ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് പല രക്ഷകർത്താക്കളും നേരിടുന്ന ഒരു പ്രശ്നമാണ് തങ്ങളുടെ മക്കൾക്ക് ദൈവികമായ ചിന്തകളില്ല. അവർ നാമം ജപിക്കുന്നില്ല, ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നില്ല, അല്പം നിഷേധികളായി വളരുന്നു. അല്ലെങ്കിൽ അവരുടെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ചെയ്യാനായി സാധിക്കുന്നില്ല. ചില കുട്ടികൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും. അവിടെ അവർക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാകാം. അവർക്ക് കൃത്യമായി ഏകാദശികൾ എടുക്കാനോ അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുവാനോ ക്ഷേത്രത്തിൽ പോകാനോ പൂജകളിൽ പങ്കെടുക്കാനോ ഒന്നും സമയം കിട്ടാറുണ്ടാകില്ല. അല്ലെങ്കിൽ അവർക്ക് അതത്ര താല്പര്യവും ഉണ്ടാകാറില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ മാതാപിതാക്കളാണ് കൂടുതൽ ദുഃഖിക്കുന്നത്. അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കാമോ, നാമം ജപിക്കാമോ എന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, അവരവർക്ക് വേണ്ടി അവരവർ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം സാധിച്ചെടുക്കണം. ആ കാര്യം കൃത്യമായി സാധിച്ചെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണം. മറ്റൊരാളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതത്ര ശരിയാകണം എന്നില്ല. എങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ആ കാര്യം ഏത് വിധത്തിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ, അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളുകൾ അവർക്ക് പകരമായി അവിടെ പോവുകയും അവരാഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്. അതല്ല, വഴിപാട് പോലെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു വെച്ചിട്ട് തിരിച്ചു വരുന്ന ആളുകളുമുണ്ട്. നമ്മൾ അതിൽ ഏതു തരത്തിലുള്ള ആളുകളാണ് എന്ന് ആദ്യം തന്നെ നമ്മൾ തന്നെ ഒന്ന് നിശ്ചയിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നാമം ജപിക്കുകയും അവർക്ക് വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യാം. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ എടുക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ഠി വ്രതം എന്നുള്ളത്. കുട്ടികളുടെ ആരോഗ്യത്തിനും അവരുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനുമൊക്കെ വേണ്ടി അമ്മയും അച്ഛനുമൊക്കെ ഷഷ്ഠി വ്രതം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഷഷ്ഠി വ്രതത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് മഹാജ്യോതിഷിയാണ്, ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് തന്നെ ദോഷങ്ങളെല്ലാം മാറ്റുന്നതിന്, അതായത് പ്രാരാബ്ധ ദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, ജാതകദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള ദോഷങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങളൊക്കെ തന്നെ ക്ഷമിക്കുന്നതിനും, എന്തിനു പറയുന്നു, തലയിലെഴുത്ത് പോലും തിരുത്തി എഴുതാൻ ശേഷിയുള്ള സർവേശ്വരനാണ് മുരുകൻ, സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഭജനം ഷഷ്ഠിവ്രതം എടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി അമ്മമാർക്കും അച്ഛന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ്. അതുകൂടാതെ നിത്യവും മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി ഒരു കൃഷ്ണനാമം ജപിച്ചു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും ഈ നാമം ജപിക്കണം.
നാരായണ നാമം നിരന്തരം ജപിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന ഈ നാമം, ഇത് കൃഷ്ണാഷ്ടകം എന്ന ശ്ലോകത്തിലെ ആദ്യത്തെ വരികളാണ്. ഒന്നുകിൽ കൃഷ്ണാഷ്ടകം മുഴുവനായി ജപിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ ഈ 4 വരി അത് നിരന്തരം ജപിക്കുക. തങ്ങളുടെ കുട്ടികൾക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടി, അവർക്ക് ആപത്തുകൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ടി അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു നാമമാണ് ഇത്. ഈ നാമം ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. അതികഠിനമായ ദോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് മക്കൾ ഇരിക്കുകയാണെങ്കിൽ 1008 തവണ നെയ്വിളക്ക് തെളിയിച്ച് വെച്ചുകൊണ്ട് അമ്മമാർ ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ഇരുന്ന് അമ്മമാർ 1008 തവണ ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നെയ്വിളക്ക് തെളിയിച്ച് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആത്മാർത്ഥതയോടുകൂടി ഭഗവാൻ സംരക്ഷിക്കും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഏറ്റവും കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. കുട്ടികളോട് കഴിയുമെങ്കിൽ ഈ നാമം ജപിച്ചു കൊള്ളാൻ പറയുക, നാരായണ നാമം ജപിച്ചു കൊള്ളാൻ പറയുക. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും അങ്ങോട്ട് രക്ഷപ്പെടുന്നില്ല, അങ്ങനെയുള്ള ആളുകൾ മുരുകദേവനെ ഉറക്ക വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക, ഷഷ്ഠിവ്രതങ്ങൾ എടുത്തുകൊള്ളുക. കാർത്തിക ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മാസവും കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം നോക്കി കാർത്തിക നക്ഷത്ര വ്രതം എടുത്തു പ്രാർത്ഥിച്ചു കഴിഞ്ഞ്, അത് നക്ഷത്ര വ്രതമാണ്. നമ്മൾ തിരുവാതിര വ്രതം എടുക്കുന്നത് പോലെ നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാർത്തിക നക്ഷത്രം വരുന്ന ആ ഒരു സമയത്ത് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അമ്മമാർ വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. മുരുകപ്രീതി വരുത്തുന്നത് അത് കുട്ടികളായാലും മാതാപിതാക്കളായാലും അവരുടെ മുമ്പോട്ടുള്ള ആ ഒരു ജീവിതത്തിന് അത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ദിവസവും നമ്മൾ പിറ്റേ ദിവസത്തെ നക്ഷത്രങ്ങളും ബ്രഹ്മമുഹൂർത്തവും രാഹുകാലവും തിഥിയും യമകണ്ഠകാലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയിൽ ഇതുവരെ അംഗമായിട്ടില്ലാത്ത ആളുകളെല്ലാവരും തന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർത്തും സൗജന്യമാണ്, പണം മേടിച്ചുകൊണ്ട് ഉള്ള ഒരു കാര്യവുമല്ല. ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അംഗമാകാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാനായിട്ടും സാധിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ എൻ്റെ നമ്പറുണ്ട്, ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ്. ഈ ഒരു നാമം അങ്ങേയറ്റം ശ്രേഷ്ഠമായ നാമമാണ്, വസുദേവസുതം ദേവം എന്നുള്ള ഈ ഒരു നാമം. ഈ നാമം നിരന്തരം ജപിച്ചുകൊള്ളുക. സകല ദോഷങ്ങളും മാറ്റി ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ മക്കളെ ഈ ഒരു നാമം നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭഗവാനെ വിശ്വസിക്കുക, ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക, സ്നേഹിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.